നമസ്കാരം 140 ന്യൂസിലേക്ക് സ്വാഗതം. CJP നേതാക്കൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളിൽ പ്രതികരണവുമായി അഭിജിത്ത് ദീപ്കെ. ക്രോക്രോച്ച് ജനതാ പാർട്ടി നേതാക്കൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളിൽ രസകരമായ പ്രതികരണവുമായി പാർട്ടി സ്ഥാപകനും ദേശീയ കൺവീനറുമായ അഭിജിത്ത് ദീപ്കെ. തനിക്കും കോ കൺവീനർ അശുതോഷ് റാങ്കയ്ക്കും ഇതിനകം മർദ്ദനമേറ്റെന്നും ഇനി ദേശീയ വക്താവ് സൗരവ് ദാസിന്റെ ഊഴമാണെന്നുമായിരുന്നു ദീപ്കയുടെ തമാശ കലർന്ന പ്രതികരണം. മർദ്ദനമേറ്റാലും തിരിച്ചു വരുന്ന തരത്തിലുള്ള ആളുകളാണ് ഞങ്ങൾ. എനിക്ക് അടികിട്ടി, അവനും അടികിട്ടി, ഇനിയും സൗരവ് മാത്രമാണ് ബാക്കിയുള്ളത്. അടുത്തത് നിന്റെ ഊഴമാണ് എന്നായിരുന്നു അഭിജിത്ത് ദീപ്കെ പറഞ്ഞത്. അഭിജിത്ത് ദീപ്കയ്ക്കൊപ്പം അശുതോഷ് റാങ്കയും സൗരവ് ദാസും അഭിമുഖത്തിൽ പങ്കെടുത്തിരുന്നു. ജൂണിലാണ് അഭിജിത്ത് ദീപ്കയ്ക്ക് ജയ്പൂരിൽ വെച്ച് മർദ്ദനമേറ്റത്. പ്രതിഷേധക്കാരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാനെത്തിയ ദീപ്കയെ ആളുകൾ ചുമലിലേറ്റി കൊണ്ടുപോകുന്നതിനിടെ ആൾക്കൂട്ടത്തിൽ നിന്ന് ഒരാൾ സ്കാർഫ് പിടിച്ചു വലിക്കുകയും പലതവണ അടിക്കുകയുമായിരുന്നു. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പിന്നീട് പുറത്തു വന്നു. RSS പ്രവർത്തകരാണ് തന്നെ മർദ്ദിച്ചതെന്ന് ദീപ്കെ പിന്നീട് ആരോപിച്ചിരുന്നു. കഴിഞ്ഞ ആഴ്ചയാണ് അശുതോഷ് റാങ്കയ്ക്ക് മർദ്ദനമേറ്റത്. CJPയുടെ സ്കൂൾ ടീക് കരോ ക്യാമ്പയിന്റെ ഭാഗമായി ജയ്പൂരിലെ ബാഗ്രു നിയമസഭാ മണ്ഡലത്തിലെ സർക്കാർ സ്കൂൾ പരിശോധിക്കാൻ പോകുന്നതിനിടെയായിരുന്നു ആക്രമണമെന്നാണ് റാങ്കയുടെ ആരോപണം. തനിക്കും ഒപ്പമുണ്ടായിരുന്നവരെയും ഒരു സംഘം മർദ്ദിച്ചെന്നും കൂട്ടത്തിൽ ഒരാളുടെ കൈ ഒടിഞ്ഞെന്നും അദ്ദേഹം പറഞ്ഞു. BJP പ്രവർത്തകരാണ് ആക്രമണത്തിന് പിന്നിലെന്നും അശുതോഷ് റാങ്ക ആരോപിച്ചു. നേതാക്കൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾക്കിടയിലും സംഘടനാ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകാമെന്ന സന്ദേശമാണ് ദീപ്കയുടെ പ്രതികരണത്തിലൂടെ CJP നൽകുന്നത്.